മായ അൾത്താരയിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനുമായി ഒരു സാക്ഷിയാകാൻ അനുവദിച്ചതിൽ ആയിരം നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷിജുമോൻ. ഞാൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സെൻറ്റ് മേരീസ് ഇടവകാംഗമാണ്. ഇതെൻ്റെ ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളി ആണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഉടമ്പടി എടുത്തത്. 2023 ജൂലൈ 12 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2022 ആഗസ്റ്റ് 31 ഒരു വിസിറ്റിംഗ് വിസയിൽ UAE പോയി. ഞാൻ നേരത്തെ UAE വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എന്നാലും ഒരു വിസിറ്റിംഗ് വിസയിൽ പോകേണ്ടത് വന്നു. അങ്ങനെ ഒരു കമ്പനി ജോലി കിട്ടിയിട്ടും 3 മാസത്തെ വിസിറ്റിംഗ് വിസ അവർക്ക് കൊടുത്തിട്ടും അവർ വിസ എനിക്ക് അടിച്ചു തന്നില്ല. വിസിറ്റിംഗ് വിസ ചേഞ്ച് ചെയ്ത് എംപ്ലോയ്മെൻറ്റ് വിസ ആക്കി തന്നില്ല. പിന്നെ 1 മാസം മുന്നോട്ട് പോയി. കമ്പനി ചോദിക്കുമ്പം വിസ അടിക്കുമെന്ന് പറയുന്നുണ്ട്. ഫൈൻ കൂടി വരുന്നു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അറിയത്തില്ല. ഞാൻ ഡിസംബർ 24 2022 ഡിസംബർ 24 എൻ്റെ ജീവിത പങ്കാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കൃപാസനം വരെ പോകണം. അപ്പോൾ എൻ്റെക്ക് പറഞ്ഞു, നാളെ ക്രിസ്മസ് ആണ്, എങ്ങനെയാണ് പോകുന്നത്? വേണ്ട, അടുത്ത ദിവസം നീ പോയിട്ട് നീ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നീ കാര്യം ചെയ്യും, അമ്മയുടെ നടയിൽ പോയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വിസ അടിച്ചു തരണമെന്ന് നീ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്ക്, നടത്തി തരും. അതിനു മുൻപേ തന്നെ എനിക്കൊരു സാക്ഷ്യം കേൾക്കാൻ പറ്റി. സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട ഒരു വ്യക്തി, സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ടു പോയൊരു വ്യക്തി അമ്മയുടെ കൃപയാൽ അവിടുന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കാര്യം ഞാൻ സാക്ഷ്യം കേട്ടു. അതെൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് പറയുന്നത്, നീ കൃപാസനത്തിൽ പോകണമെന്നുള്ള കാര്യം. എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു. 26 ഇവിടെ വന്നു. 28 എൻ്റെ വിസ അപ്രൂവലായി. അതിനുശേഷം എനിക്ക് ജോലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ജോലിയല്ല എനിക്ക് കിട്ടിയത്. ഞാൻ ഒരു പ്ലംബിംഗ് സൂപ്പർവൈസറാണ്. പക്ഷേ അതിനകത്ത് തന്നെ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. അത് കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലിയല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ജോലി ഭാരം നിമിത്തം ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോഴെല്ലാം ദേഷ്യപ്പെടുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഗേറ്റ് പാസ് കിട്ടിയാൽ മാത്രമേ എനിക്കൊരു ഡിഫൻസിൻ്റെ സൈറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാണ് ഞാൻ ആ കമ്പനി കയറിയതും. പക്ഷേ ഗേറ്റ് പാസ് ആയിട്ടും എനിക്ക് ട്രാൻസ്ഫർ കിട്ടാതെ ഞാൻ വിഷമിച്ചു. പിന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു, കണ്ണീരോടെ തന്നെ പ്രാർത്ഥിച്ചു. മാർച്ച് മാസം എനിക്ക് ഗേറ്റ് പാസ് റെഡിയായി, എനിക്ക് ട്രാൻസ്ഫർ വന്നു. അവിടുത്തെ എൻജിനീയേഴ്സ് അത് ഹോൾഡ് ചെയ്തു. പിന്നെയും പ്രാർത്ഥിച്ചു, കണ്ണീരോടെ തന്നെ പ്രാർത്ഥിച്ചു. മെയ് 17 എനിക്ക് ഡിഫൻസ് സൈറ്റിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ ആ സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സന്തോഷപൂർവ്വം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാനിങ്ങനെ അവിടെ ജോലിയുടെ കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞപ്പം അവൾ അമ്മയ്ക്ക് ഉടമ്പടിയിൽ വെച്ചായിരുന്നു എനിക്കൊരു വേറൊരു കമ്പനിയിൽ ജോലി വേണമെന്നുള്ള കാര്യം. ഡിസംബർ 25 തിരുക്കുമാരൻ്റെ പിറവി ദിനത്തിന് അന്ന് അമ്മ എനിക്ക് ജോലി ഓഫർ ചെയ്തു. പക്ഷേ എൻ്റെ ദുർബല മനസ്സിൽ ഞാൻ ആ ജോലി നിരസിക്കാൻ കാരണം വേറൊന്നുമല്ല. എനിക്ക് 2 മാസമായിരുന്നു ശമ്പളം കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിരസിച്ചത്. പിറ്റേ ദിവസം ഞാൻ സൈറ്റിൽ ചെന്ന് കാര്യങ്ങൾ ഇങ്ങനെ എൻജിനീയേഴ്സിന് പറഞ്ഞപ്പോൾ എൻജിനീയേഴ്സ് പറഞ്ഞു, ചേട്ടൻ എന്തിനാ അത് നിരസിച്ചത്, അത് കളഞ്ഞതിനാ, അത് ഇൻ്റർവ്യൂവിന് ചെല്ലാൻ വേണ്ടി പറ, നമുക്ക് പൈസ എവിടുന്നെങ്കിലും ഉണ്ടാക്കാം എന്ന് എൻ്റെ പറഞ്ഞു. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അത് പ്രൊസീഡ് ചെയ്യ് എന്ന് പറഞ്ഞു. അവനത് പ്രൊസീഡ് ചെയ്തു. അവൻ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് ശമ്പളം വരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുന്നു. ഇൻ്റർവ്യൂ ടഫായിരുന്നാലും പക്ഷേ എന്നാലും ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജനുവരി 9 റിസൈൻ ലെറ്റർ കൊടുത്തു. ഫെബ്രുവരി 7 എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. 1 മാസത്തെ നോട്ടീസ് പീരീഡ് കൊടുത്തു, ഡ്യൂട്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ക്ലിയറൻസ് എല്ലാം വാങ്ങിച്ച് കമ്പനി കൊടുത്തു. പിന്നെ നടക്കേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വിസ ക്യാൻസലേഷനും എൻ്റെ സെറ്റിൽമെൻറ്റും എല്ലാമാണ്. 1 മാസം നമ്മൾ നോട്ടീസ് പീരീഡ് കൊടുക്കുമ്പം അവിടുത്തെ നിയമപ്രകാരം എല്ലാം ക്ലിയർ ആക്കി തരിക എന്നുള്ളതാണ് നിയമപ്രകാരം നടക്കേണ്ടത്. പക്ഷേ ഒന്നും നടന്നില്ല. പിന്നെ 1 മാസം മുന്നോട്ട് പോയി. ഞാൻ ആകെപ്പാടെ ടെൻഷനായി. പൈസ കിട്ടുന്നില്ല, വിസ ക്യാൻസലേഷൻ കിട്ടുന്നില്ല, എൻ്റെ അടുത്ത കമ്പനിയിൽ ജോലി ചെയ്യേണ്ട അവിടെ കൊടുക്കേണ്ട ഡേറ്റുകളും കഴിയാറായി വരുന്നു. ഞാൻ എന്ത് ചെയ്യും? ആകെപ്പാടെ ബുദ്ധിമുട്ടായി. ഞാൻ അവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എല്ലാവർക്കും വിഷമം. ഓഫീസിൽ പോയിട്ട് ചോദിക്കും, എന്തായി എന്ന് അവിടെ പറഞ്ഞത്, അവരിന്ന് ക്യാൻസലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് പിന്നെ നിരാശ കൂടുക. പ്രാർത്ഥന
അതുമാത്രമാണ് ആശ്രയം. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അച്ഛനായാലും അമ്മച്ചിയായാലും പറയും, നീ പ്രാർത്ഥിക്ക്, നമുക്ക് നടക്കും, എല്ലാം നമുക്ക് നടന്നു കിട്ടും. നമുക്ക് എപ്പോഴും ഇച്ചിരി വിഷമത്തിൽ കൂടെ അല്ലേ നമുക്ക് സന്തോഷം കിട്ടിയിരിക്കുന്നത് എന്നാണ് എൻ്റെ അപ്പനും അമ്മേനോട് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചു. ഒത്തിരി ആൾക്കാരുടെയൊക്കെ നമ്മൾ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ മാർച്ച് 5-ാം തീയതി ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ പോയി അവിടുത്തെ PRA കാണുന്നു. 3 മണിയാകുമ്പോൾ PRA വരുന്നത്. PRA കണ്ടപ്പം PRA എനിക്ക് പറഞ്ഞു, നിൻ്റെ വിസ ക്യാൻസലേഷൻ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ HOD പറയണം. അതിനു മുമ്പേ ഞാൻ HODയെ കണ്ടതാണ്, ഡയറക്ടറിനെ കണ്ടതാണ്. പക്ഷേ ഇവരൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല ഒരു കാര്യം. ഞാൻ പിന്നെ HODയെ കാണാൻ വേണ്ടി പോയി. HODയെ കാണാൻ വേണ്ടി പോയപ്പോൾ HOD എനിക്ക് പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഞാൻ പറഞ്ഞു, സാറേ PRA ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യും? അതിനുശേഷം പിന്നെ PRA വന്ന് കണ്ടപ്പോൾ PRA പറഞ്ഞു, എന്നെ പുള്ളി വിളിച്ചിട്ടില്ല. പിന്നെയും തിരിച്ച് ഞാൻ അങ്ങോട്ട് പോയി. ഡയറക്ടറെയും കണ്ടു. ശരിയാക്കി തരാം, കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവരെന്നെ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞുള്ള കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായേ. ഈ PRO നടന്നു പോകുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട്, ഈ PRO കൈ ഇങ്ങനെ മടി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ആൾക്ക് വിസ ക്യാൻസലേഷൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പക്ഷേ ഇവരെന്നെ കാണുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇവരെല്ലാവരും കളിക്കുന്ന നാടകമാണ്. ഇതൊരു പാകിസ്ഥാനി കമ്പനി ആയിരുന്നു, കളിക്കുന്ന നാടകമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം 6:30 വരെ, വൈകുന്നേരം 6:30 വരെ, ഓഫീസ് അടയ്ക്കുന്നതിന് വരെ ഞാൻ അവിടെ ഇരുന്നു. പുറത്തേക്ക് ഇറങ്ങി ബസ്സിൻ്റെ പുറകെ ഇരുന്ന് കരഞ്ഞു. കണ്ണീരോടെ കരഞ്ഞു വിളിച്ചു. ഇവരുടെ മുമ്പിൽ മാത്രം ഞാൻ കരഞ്ഞില്ല, അത്ര വിങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് നാളെ ഈ ക്യാൻസലേഷൻ പേപ്പർ കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് ഈ ചെന്നൈൻ്റെ ചൊവ്വാഴ്ച ഞാൻ ചെല്ലുന്നു, ബുധനാഴ്ച ക്യാൻസലേഷൻ പേപ്പർ എനിക്ക് കമ്പനി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും. എന്ത് ചെയ്യും? 6:30 ആയപ്പോൾ അവിടുന്ന് ഇറങ്ങി തിരിച്ചു വന്നു, റൂമിൽ വന്നു. രാത്രി 10 മണിയായ റൂമിൽ വന്നു, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാവിലെ എണീറ്റ ഉടനെ HODയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ വിസ ക്യാൻസലേഷൻ ഇതുവരെ ആയിട്ടും ആയിട്ടില്ല. ഇന്ന് ക്യാൻസലേഷൻ പേപ്പർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും. പിന്നെ സാർ എന്നെ കാണുന്ന ഒരു പ്രാന്തനെ കണക്കായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പുള്ളി പറഞ്ഞു, ഞാൻ ഡയറക്ടർക്ക് പറഞ്ഞിട്ടുണ്ട്, വിസ ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ലേബറിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, ഒരു അഡ്വക്കേറ്റിൻ്റെ നമ്പർ തരാം, നീ വിളിച്ച് നോക്ക്. ആ അഡ്വക്കേറ്റിനെ വിളിച്ചു, ലേബറിലും വിളിച്ചു. എല്ലാ കാര്യങ്ങളും നിയമവശങ്ങളൊക്കെ ഏകദേശമൊക്കെ പറഞ്ഞു മനസ്സിലായി എടുത്തു. ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. വൈഫുമായിട്ട് സംസാരിച്ചു, അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ എനിക്ക് പറഞ്ഞു, നീ ഇപ്പം കേസ് കൊടുക്കാൻ വേണ്ടി പോകണ്ട. കാരണം കേസ് കൊടുക്കാൻ വേണ്ടി പോയി കഴിയുമ്പോൾ പിന്നെ സമയം മുന്നോട്ട് പോകും, നമുക്ക് കാര്യങ്ങൾ നടക്കത്തില്ല, നമുക്കൊരു ജോലിയാണ് ആവശ്യം. നീ ആ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം ഉപേക്ഷിച്ചേര്. 2 മാസം സാലറി അല്ലേ, പൊക്കോട്ടെ, സെറ്റിൽമെൻറ്റ് ബാക്കിയുള്ളത് പൊക്കോട്ടെ, അടുത്ത കമ്പനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടാനുള്ളതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സെറ്റിൽമെൻറ്റ് നമ്മൾ ഉപേക്ഷിച്ചു. അതിനുശേഷം വീട്ടിൽ സംസാരിച്ചുകൊണ്ട സമയത്താണ് മാതാവിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടായത്. PRO എന്നെ വിളിക്കുന്നു. സാധാരണ PRO അങ്ങനെ വിളിക്കുന്നതല്ല, അതുവരെയായിട്ടും എന്നെ വിളിച്ചിട്ടില്ല PRO. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നുള്ളൂ അല്ലാതെ. PRO എന്നെ വിളിക്കുന്നു. ഞങ്ങളുടെ തമ്മിലുള്ള കോളുകൾ ക്ലാഷായി, എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു, നിങ്ങളുടെ കോൾ ഞാൻ കട്ട് ചെയ്യുക, ഞാൻ പിന്നെ വിളിക്കാം. തൊട്ട് പറയുക പിന്നെ ഒന്നുകൂടെ വിളിക്കുന്നു PRO. എന്നാ ഉണ്ട് വിശേഷം, എന്നോട് ചോദിക്കുക. ഞാൻ ചോദിച്ചു, എൻ്റെ വിശേഷം നിനക്കറിയാവുന്നതല്ലേ, ഇന്നലെ ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയം നീ കണ്ടതല്ലേ, ഞാൻ എന്നെ വിഷമിച്ചിരിക്കുന്ന നീ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. നീ വിഷമിക്കണ്ട, നിൻ്റെ ക്യാൻസലേഷൻ പേപ്പർ 10 മിനിറ്റിനുള്ളിൽ ഞാൻ അയച്ചു തരാം എന്നെൻ്റെ PRO പറയുമ്പോൾ എനിക്ക് എന്താണ് അവിടെ എൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നുള്ളത് എനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തലേദിവസം പോയി 6:30 വരെ നിന്നിട്ട് നടക്കാത്ത കാര്യം, ഘടികാര മാതാവ് സമയത്തിൻ്റെ അടുത്ത് വില കൽപ്പിക്കുന്ന മാതാവ്, ആ നിമിഷം നേരം കൊണ്ട് അന്ന് എനിക്ക് കൊടുക്കേണ്ട ക്യാൻസലേഷൻ പേപ്പർ അന്ന് 10 മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ തലേദിവസം പോയി ഞാനാണത് ശരിയാക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ അഹങ്കരിച്ചേനെ. അത് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ്. ഇത് ഞാൻ കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ച സമയത്ത് മാതാവ് എനിക്ക് വേണ്ടി ആ ക്യാൻസലേഷൻ പേപ്പർ തരിക എന്ന് പറഞ്ഞാൽ അതിൽ പരം അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നടക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ആ ക്യാൻസലേഷൻ പേപ്പർ ഞാൻ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലെല്ലാവരും കൊന്തയും കുരിശിൻ്റെ വഴി അങ്ങനെയൊക്കെ ചില പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈ ക്യാൻസലേഷൻ പേപ്പർ ഇന്ന് കിട്ടണേ എന്നുള്ള രീതിയിൽ. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ജീവിത പങ്കാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് നീ ഹാളിലോട്ട് വാ, എന്നിട്ട് അച്ഛനെ വിളിക്കുക, അമ്മച്ചേയും വിളിക്ക്, എൻ്റെ മകളുണ്ട് മകളെയും വിളിക്ക്, എല്ലാവരും കൂടെ വാ, എന്നിട്ട് ഞാനൊരു കാര്യം പറയാം. അപ്പോൾ അമ്മച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, എന്നാണ് മോനെ? ഞാൻ പറഞ്ഞു, അമ്മേ നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു കൊന്ത ചെല്ല്. അതെന്നാ? ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാൻസലേഷൻ പേപ്പർ കിട്ടി,
എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സന്തോഷമാണോ വിഷമമാണോ എന്നും അറിയത്തില്ല. ആ പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിങ്ങലും പൊട്ടലും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ പേപ്പറിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഞാൻ നേരെ കയറേണ്ട കമ്പനിയിൽ പോയി. 12:50 ഞാൻ ആ കമ്പനി ചെല്ലുന്നത്. 1 മണിയാകുമ്പോൾ അവർക്ക് ലഞ്ച് ടൈമാണ്. പക്ഷേ ആ HR മാനേജർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന രീതിയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. HR മാനേജർ എൻ്റെ മൂത്ത ചേച്ചി എന്നോട് എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ എന്നോട് സംസാരിച്ചു. പേപ്പർ കൊണ്ട് കൊടുത്തു, എല്ലാം ക്ലിയറായി. കുറച്ച് ദിവസം എടുക്കും കേട്ടോ എന്നെനിക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് നാട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടി പറ്റുമോ? 1.5 വർഷമായി നാട്ടിൽ പോയിട്ട്, പോകാൻ വേണ്ടി പറ്റുമോ? കുഴപ്പമില്ല, പോകാം, ഞാൻ വിസ അയച്ചു തന്നേക്കാം എന്നെനിക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പം എൻ്റെ ഒരു HR മാനേജർ ചോദിച്ചു, എത്ര ദിവസത്തേക്ക് നാട്ടിൽ പോകുന്നു? ഞാൻ പറഞ്ഞു 10 ദിവസം. അത് കുഴപ്പമില്ല, പോയിട്ട് വാ. ആ ഒരു സന്തോഷം ഉള്ളിൽ. ഞാൻ അന്നത്തെ ദിവസം, ആ ഒരു ബുധനാഴ്ച ദിവസം, എനിക്ക് കിട്ടിയത് മൊത്തം അത്ഭുതങ്ങളുടെ പെരുമഴയായിരുന്നു. അവിടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള അനുവാദം കിട്ടി. പുറത്തേക്ക് ഇറങ്ങി, എൻ്റെ പാസ്പോർട്ട് പഴയ കമ്പനി ഇരിക്കുക. ഇനി അവർ പാസ്പോർട്ട് തന്നാലേ എനിക്ക് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഞാൻ ഉടനെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മാനേജറെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ, എങ്ങനെയാ തരുമോ? നാളെ കിട്ടുമോ? അല്ല ഇന്ന് കിട്ടുമോ? അപ്പോൾ ഉടനെ എനിക്ക് പറഞ്ഞു, നീ ഇന്ന് വൈകുന്നേരം 6:30 ഓഫീസിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പാസ്പോർട്ട് തരാം. ഞാനും എൻ്റെ അളിയനും കൂടെ ദുബായിൽ നിന്ന് നേരെ ഷാർജയ്ക്ക് വന്നു. ഞങ്ങൾ 3-ന്റെ വണ്ടിക്ക് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ആ വണ്ടി കിട്ടിയില്ല. 4-ന്റെ വണ്ടി കിട്ടി. 5:30 കഴിഞ്ഞു. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പം അവിടെ നടന്ന് 6 മണിയായി ഓഫീസിൽ നിന്നപ്പം അവിടെ ആ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് പാസ്പോർട്ട് എടുത്തു വന്നു. ഞാൻ ആ പാസ്പോർട്ടും കൊണ്ട് തിരിച്ചു വന്നു. പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്തു. 8-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ ഇവിടെ കാലുകുത്തി. ആദ്യം കാലുകുത്തിയത് അമ്മയുടെ നടയിൽ തന്നെയാണ്. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ആദ്യമേ പറഞ്ഞായിരുന്നു, എയർപോർട്ടിലല്ല അവിടെ വെച്ച് പറഞ്ഞായിരുന്നു, ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ അമ്മയുടെ നടയിൽ എത്തിയിട്ട് അമ്മയുടെ നടയിൽ ഒന്ന് നന്ദി പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ എനിക്ക് മാതാവ് അനുഗ്രഹം തന്നു. ഞാൻ ഇവിടെ വന്നു, അമ്മയുടെ നടയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റി. അതുപോലെ ഞങ്ങൾക്ക് 20 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വണ്ടി പോലും കയറത്തില്ലായിരുന്നു. 20 വർഷമായിട്ട് വണ്ടി പോലും കയറാതെ, വഴിയുണ്ട് നടപ്പാത മാത്രം. ആ വഴിക്ക് വേണ്ടി 20 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലല്ലാതെ പ്രവൃത്തിയിലേക്ക് വരുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ശേഷം പ്രാർത്ഥനയിലൂടെ ആ വഴി ഞങ്ങൾക്ക് നേടിക്കുന്നു. ഇപ്പം ഞങ്ങൾക്കൊരു ചെറിയ കാറ് ഞങ്ങൾക്ക് മാതാവ് സ്വന്തമാക്കി തന്നു. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വണ്ടി കയറും, ആരുടെ ആശ്രയമില്ലാതെ ഞങ്ങൾക്ക് വീട്ടിൽ വണ്ടി കയറും. മറ്റത് ഞങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോകുകയും ടെൻഷനാണ്. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ, ഉടമ്പടി കാശിരൂപം നീ മുറുക്കി പിടിക്ക്, ഉടമ്പടി തൈലം നീ നെറ്റി പുരട്ടി വിശ്വാസ പ്രമാണം ചെയ്ത് നീ ധൈര്യമായിട്ട് പൊക്കോ. പക്ഷേ അവൾ പോയി ആ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അവൾക്ക് ലൈസൻസ് കിട്ടി. അവളെക്കാട്ടിലും പഠിത്തത്തിലും എല്ലാത്തിലും മുന്നിലുണ്ടായിരുന്ന വ്യക്തികൾക്ക് ലൈസൻസ് കിട്ടിയില്ല. അവൾക്ക് ലൈസൻസ് കിട്ടി. അമ്മ മാതാവ് അവളെ ഏറ്റവും താഴെ നിന്നും ഏറ്റവും തലപ്പത്ത് വരെ ഉയർത്തിയെടുത്തു. അതിനും അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ സാധിച്ചു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമൊക്കെ ബൈബിൾ വായിക്കും, മടക്കി വെക്കും, അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എണീറ്റിട്ട് ബൈബിൾ വായിച്ചു, കരുണക്കൊന്ത ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി, പിന്നെ കുർബാന കാണാൻ വേണ്ടി പറ്റുന്ന എത്രയും കാണാൻ വേണ്ടി പറ്റുമോ അത്രയും കണ്ടിട്ടാണ് ഞാൻ ഡ്യൂട്ടി ടൈം അനുസരിച്ചിട്ട് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ സായന പ്രാർത്ഥന, കരുണക്കൊന്ത, ബൈബിൾ വായന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നടക്കുന്ന സമയത്തൊക്കെ ഇത്രയും നീളമാതാവേ വിശ്വാസ പ്രമാണവും ഒക്കെ ചൊല്ലി, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നുണ്ട്. മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാർക്ക് എല്ലാവർക്കും അമ്മ മാതാവിനെ ഈശോയെ കുറിച്ച് എല്ലാം ഓരോ പോസ്റ്റുകൾ വരുമ്പോഴും ഷെയർ ചെയ്യുകയും അവരോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ഒരു 2 മിനിറ്റ് ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി പറ്റിയെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ അത്ഭുതം ഞാൻ അവരുടെ മുമ്പിൽ പറയും. അപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും, നീ ഇത് സാക്ഷ്യപ്പെടുത്തണം, ഞാൻ ഒരാളോ അല്ലെങ്കിൽ 2 പേരോ കേട്ടാൽ പോരാ, ഇത് 1000 കേൾക്കണം, 1000 കേട്ടാൽ മാത്രമേ അമ്മ മഹത്വപ്പെടൂ. അതുകൊണ്ട് നീ 1000 മുമ്പിൽ സാക്ഷ്യം പറയണം. അങ്ങനെ ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി എത്തിയതും ഇങ്ങനെ വന്നതും എല്ലാം എനിക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.